ജിൻഡോയും അഭിഷേകും സംസാരിക്കുന്നുണ്ടായിരുന്നു. ടിക്കറ്റ് ടു ഫിനാലയുടെ പോയിന്റ് ഒക്കെ കിട്ടിയില്ല. അപ്പൊ ആ കാര്യങ്ങളെ പറ്റി പറയുമ്പോൾ ജിൻഡോ പറയുന്നുണ്ട്, ജിൻഡോയുടെ കാര്യത്തിൽ അതുപോലെ തന്നെ അഭിഷേകിന്റെ കാര്യത്തിലും ഋഷിയുടെ കാര്യത്തിലൊന്നും എനിക്ക് അങ്ങനെ സംശയമൊന്നുമില്ല. അവരൊക്കെ എന്തായാലും ടിക്കറ്റ് ടു ഫിനാലയുടെ ആവശ്യമില്ല, നോമിനേഷനിൽ വന്നാലും കയറി പോരും എന്നുള്ളതാണ് ജിൻഡോ പറയുന്നത്. പിന്നെ അർജുന്റെ കാര്യത്തിൽ ശ്രീധുവിന്റെ ആണ് അതിലും കുറച്ചുകൂടി എനിക്ക് കുഴപ്പമായിട്ട് തോന്നണേന്നൊക്കെ ആയിട്ട് ജിൻഡോ പറയുന്നുണ്ട്. അപ്പൊ തന്നെ അഭിഷേക് പറയണം അർജുന്റെ കാര്യം കുറച്ച് പ്രശ്നമാണ്, അവന്റെ കാര്യമാണ് പ്രശ്നത്തില്, ശ്രീധുവിന്റെ കാര്യമല്ല. ശ്രീധുവിന് അർജുനേക്കാളും ഭയങ്കര ഫാൻസ് ഉണ്ടെന്നാണ് അപ്പൊ അഭിഷേക് പറയുന്നത്. അപ്പൊ ജിൻഡോ പറയും എനിക്ക് തോന്നുന്നത് ശ്രീധുവിന്റെ കാര്യത്തിലാണെന്ന് പറയുമ്പോൾ അഭിഷേക് വീണ്ടും പറയുവാണ് ശ്രീധുവിന് പുറത്ത് ഓൾറെഡി ഇതിലേക്ക് വരണേന് മുമ്പ് ഭയങ്കര ഫാൻസ് ഉണ്ടെന്നുള്ള രീതിയിൽ. അപ്പൊ സീരിയലിന്റെ ഫാൻസ് ഉണ്ടല്ലോ, അതിനെപ്പറ്റിയാണ് ഇപ്പൊ അഭിഷേക് പറയുന്നത്. അത് നിങ്ങൾക്ക് പുറത്തിറങ്ങുമ്പോൾ മനസ്സിലാവും ശ്രീധുവിന്റെ ഫാൻസ് എന്നൊക്കെയാണ് അപ്പൊ അഭിഷേക് പറയുന്നത്. ശ്രീധുവിനാണ് അർജുനേക്കാളും ഫാൻസ്, അതുകൊണ്ട് അർജുന്റെ കാര്യമാണ് പ്രശ്നം എന്നുള്ള രീതിയിൽ അഭിഷേക് അവിടെ സംസാരിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അഭിഷേകിന് അർജുനെ ഒന്നും ഒരു താല്പര്യമില്ല, അതുപോലെ തന്നെ അർജുനും അഭിഷേകിനെ ഒന്നും വലിയ താല്പര്യമില്ല. അങ്ങനെയാണ് അർജുനും ജാസ്മിനും ഒക്കെ ഇന്നലെ പറയുന്നുണ്ടായിരുന്നു അഭിഷേകിന് ടിക്കറ്റ് ടു ഫിനാലെ കിട്ടണോട് അവർക്ക് താല്പര്യമില്ലാന്ന്. മറ്റേ ടിക്കറ്റ് ടു ഫിനാലയുടെ ബോണസ് പോയിന്റിലൊക്കെ അഭിഷേകും പറയുന്നുണ്ടായിരുന്നു ജാസ്മിനും അർജുനും ഒന്നും കിട്ടുന്നത് അഭിഷേകിനും താല്പര്യമില്ല എന്നുള്ള രീതിയിൽ. അന്ന് അഭിഷേക് പറയുന്നുണ്ടായിരുന്നു അവരൊക്കെ നോമിനേഷനിൽ വന്നു പോട്ടെ, അർഹതയില്ലാത്തവരൊന്നും ടോപ്പിലേക്ക് കയറണ്ട എന്നുള്ളത് ജാസ്മിനെ അർജുനെ പറ്റി. തിരിച്ച് അർജുന്റെയും ജാസ്മിന്റെയും ചിന്തയും അങ്ങനെ തന്നെയാണ്. ഇവരൊക്കെ ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ വന്നത് ഇഷ്ടമല്ല. അഭിഷേകിന് അർജുൻ ടോപ്പിലേക്ക് വരുന്നത് ഇഷ്ടമല്ല, അർജുൻ അഭിഷേക് വരുന്നതും ഇഷ്ടമല്ല. ആ രീതിയിലാണ് ഇവരുടെ സംസാരം കേൾക്കുമ്പോൾ മനസ്സിലാവുന്നത്. പക്ഷെ ഇവർ രണ്ടുപേരും എന്തായാലും ടോപ്പ് 5 വരുന്ന ആളുകൾ തന്നെയാണ്. ടു ഫിനാലെ ഇപ്രാവശ്യം കിട്ടാനും ചാൻസ് കൂടുതലും അഭിഷേകിന് തന്നെയാണ്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ശരിക്കും ഫാൻസ് കൂടുതൽ ആർക്കാണോ, അർജുനാണോ ശ്രീധുവിനാണോ?